80 വയസ്സിന് മുകളിലുള്ളവർക്ക് 2013 2014 1200 രൂപയും, അതായത് ഞാൻ ഈ സർട്ടിഫിക്കറ്റ് ഇത് തെളിയിക്കുന്ന നിയമസഭാ ഉത്തരം ശ്രീ കെ വേണുഗോപാൽ ഈ സഭയിൽ ഇപ്പൊ അംഗമായിരിക്കുന്ന OS അംബികയ്ക്ക് കൊടുത്തതിന്റെ രേഖ എന്റെ കയ്യിലുണ്ട് സാർ. നിങ്ങൾ എന്നിട്ട് പറയുകയാണ് ഈ ജോസഫ്, പാപ്പച്ചൻ ജോസഫ് ആത്മഹത്യ ചെയ്തതിനെ കുറിച്ച് പറഞ്ഞാൽ മറിയക്കുട്ടി സമരൻ, മറിയക്കുട്ടി വാജ്പേയി എന്താണ് നരേന്ദ്രമോദിയുടെ അവിടെ പോയി പറഞ്ഞ ആളുകൾ പിറ്റേ ദിവസം നരേന്ദ്രമോദിയുടെ അത് കണ്ടില്ല. അപ്പൊ ഞാൻ സാർ അത് മാത്രമല്ല അല്ല സാർ, ഇത് സാർ നമ്മുടെ നാട്ടിൽ നിത്യച്ചെലവിന് വകയില്ലാതെ, മരുന്ന് വാങ്ങാൻ പണമില്ലാതെ 50 ലക്ഷം ആളുകൾ ദുരിതം അനുഭവിക്കുമ്പോ ഈ AC-യുടെ ശീതളിമയില് നമുക്ക് സ്വസ്ഥമായി ഇരിക്കാൻ കഴിയില്ല സാർ. അവരുടെ വികാരം പ്രകടിപ്പിക്കാൻ അല്ലെങ്കിൽ പിന്നെ ഈ സഭയൊക്കെ എന്തിനാണ് സാർ? അത് ചർച്ച ചെയ്യാനല്ലെങ്കിൽ പിന്നെ ഈ നിയമസഭാ സമ്മേളനം സാർ. ഇവിടെ നവകേരളീയത്തിന് പണമുണ്ട് സാർ. സാർ ഞാൻ അവസാനിപ്പിക്കും. സമയമായി, ഒരു നോർമൽ കേസിൽ കൊടുക്കുന്ന സമയമായി. പ്ലീസ് ഞാൻ എന്റെ ബഹുമാനപ്പെട്ട സ്പീക്കർ സാറ്, മുഖ്യമന്ത്രിയുടെ സംഗീതം ഒഴുകുന്ന തൊഴുത്തില് 40 ലക്ഷത്തിന് പണിഞ്ഞിട്ട് അതിന്റെ മുമ്പിലെ ചാണകക്കുഴിക്ക് 3,72,000 രൂപ ഈ നാട്ടിലെ പാവപ്പെട്ടവന് അവന്റെ സാമൂഹ്യ പെൻഷൻ കൊടുക്കാൻ തയ്യാറായിരുന്നില്ല സാർ. ഉമ്മൻചാണ്ടിയുടെ കാലത്ത് 3 പെൻഷൻ ഉണ്ടായിരുന്നു സാർ. 19 ഒരു സർക്കാർ അനാഥാലയങ്ങളിൽ പെൻഷൻ സാർ, അവിടെ താമസിക്കുന്നവരുടെ പെൻഷൻ. ഇത്രയും ഗുരുതരമായ പ്രശ്നം ഈ സഭാ നടപടികൾ നിർത്തിവെച്ച് ചർച്ച ചെയ്യണം. നാളെ തന്നെ പാവങ്ങളുടെ സാമൂഹ്യ പെൻഷന്റെ നടപടി സ്വീകരിക്കണം സാർ. ബഹുമാനപ്പെട്ട മിനിസ്റ്റർ സാർ, അദ്ദേഹം ഇങ്ങനൊരു കാര്യം ചർച്ച ചെയ്യുന്നതിന് സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യേണ്ടതില്ല എന്നാണ് എന്റെ അഭിപ്രായം. അത് ആവർത്തിച്ചുകൊണ്ട് ഞാൻ പറയുകയാണ്. എങ്കിലും ഇവിടെ ഒരു കാര്യം ശ്രദ്ധയെ കൊണ്ടുവരുന്നത് നല്ല കാര്യമായി. കാരണം ഇത്തരം ഒരു വിഷയത്തെ സംബന്ധിച്ച് തന്നെയാണ് കഴിഞ്ഞ കുറെ കാലമായി കേരളത്തോട് കേന്ദ്രം കാണിക്കുന്ന ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ഇവിടെ പറഞ്ഞ വസ്തുതകൾ ചില വസ്തുതകളല്ല അദ്ദേഹം പറഞ്ഞെന്ന് കാണിക്കുന്ന ചില കാര്യങ്ങൾ കൂടി കാണിക്കേണ്ടതുണ്ട്. സാർ, ഈ വളയത്ത് ജോസഫ് ഒരു വർഷത്തിനിടയിൽ പെൻഷനും തൊഴിലുറപ്പ് കൂലിയുമായിട്ട് കൈപ്പറ്റിയത് കേരളത്തിലെ ഒരു അവസ്ഥ മനസ്സിലാക്കാൻ നല്ലതാണ്. എത്രയാണെന്ന് അറിയുന്നത് നല്ലതാണല്ലോ സാർ. 52,400 രൂപ ഈ ഒരു വർഷത്തിനിടയിൽ അദ്ദേഹത്തിന് കിട്ടിയിട്ടുണ്ട്. ഈ തുകകൾ കൈപ്പറ്റിയത് ശ്രീ ജോസഫ് തന്നെയാണ്. തനിച്ച് താമസിക്കുന്ന അദ്ദേഹം 2023 മാത്രം 24,400 രൂപ പെൻഷൻ വാങ്ങിയിട്ടുണ്ട്. അവസാനമായിട്ട് പെൻഷൻ കൈപ്പറ്റിയത് ഡിസംബർ 27-നാണ്. സ്വന്തം പെൻഷനും മാനസിക വെല്ലുവിളി നേരിടുന്ന മൂത്ത മകൾ മേരിയുടെ പെൻഷൻ ഉൾപ്പെടെ 3,200 രൂപയാണ് ഏറ്റവും ഒടുവിൽ അദ്ദേഹം കൈപ്പറ്റിയത്. നവംബറിലും 1 മാസത്തെ പെൻഷൻ തുക ഇവർക്ക് ലഭിച്ചിരുന്നു. ആഗസ്റ്റിൽ ഓണത്തിന് 2 മാസത്തെ പെൻഷൻ തുക 6,400 രൂപ ഒരുമിച്ച് കൈപ്പറ്റിയിരുന്നു. സർ, ജനുവരി 15 വരെ തൊഴിലുറപ്പ് പദ്ധതിയിൽ ജോസഫ് പണിയെടുത്തിരുന്നു. ജനുവരി 3-ന് പേരാമ്പ്രയിലെ കനറ ബാങ്ക് ശാഖയിൽ നിന്നും 5,500 രൂപ കൂലി ഇനത്തിൽ കൈപ്പറ്റിയിരുന്നു. സർ, കഴിഞ്ഞ വർഷം 99 തൊഴിൽ ദിനങ്ങൾ ജോസഫ് പൂർത്തിയാക്കിയിരുന്നു. അംഗപരിമിതൻ എന്ന പ്രത്യേക പരിഗണനയിൽ, സർ അത് ശ്രദ്ധിക്കണം, അംഗപരിമിതൻ എന്ന പ്രത്യേക പരിഗണനയിൽ സ്വന്തം വീട്ടുവളപ്പിൽ തന്നെ തൊഴിലുറപ്പ് പണിക്കുള്ള സൗകര്യം പഞ്ചായത്ത് ഏർപ്പാടാക്കി. അതുകൊണ്ടാണ് അദ്ദേഹത്തിന് ആ പണി എടുക്കാൻ പറ്റിയത്. 2023 ഏപ്രിൽ 1 മുതൽ 2024 ജനുവരി വരെയുള്ള കാലയളവിലായി തൊഴിലുറപ്പ് പദ്ധതിയിൽ കൂലി ഇനത്തിൽ 28,000 രൂപ ജോസഫ് കൈപ്പറ്റിയിട്ടുണ്ട്. സർ, വെള്ളിമാട് കുന്നിൽ സർക്കാർ ഗ്രാന്റ് വാങ്ങി പ്രവർത്തിക്കുന്ന അഗതി മന്ദിരത്തിൽ കഴിയുന്ന മകൾക്ക് മാനദണ്ഡങ്ങൾ പ്രകാരം സാധാരണഗതിയിൽ ക്ഷേമ പെൻഷൻ അർഹതയില്ലായിരുന്നു. എങ്കിലും മാനുഷിക പരിഗണനയിൽ പെൻഷൻ തുടരുന്നുണ്ട്, അത് നിർത്തിയിട്ടില്ല. ഈ തുകയും ജോസഫാണ് കൈപ്പറ്റി ഉപയോഗിക്കുന്നത്. സർ, ജോസഫിന്റെ ആവശ്യപ്രകാരം ഇദ്ദേഹത്തിന്റെ വീട്ടിലേക്കുള്ള നടപ്പാത ചക്കിട്ടപ്പാറ പഞ്ചായത്ത് കഴിഞ്ഞ വർഷം 5 ലക്ഷം രൂപ ചെലവഴിച്ച് കോൺക്രീറ്റ് ചെയ്ത് നൽകി. സർ, ഒരാളോട് എങ്ങനെയാണ് നമ്മുടെ സർക്കാർ പെരുമാറുന്നത്, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ പെരുമാറുന്നത് മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ട് ഞാൻ അക്കാര്യം പറയുന്നത്. സാർ, കാലിന് സർ കാലിന് ശേഷിക്കുറവുള്ളതിനാൽ ജോസഫ് സർക്കാരിന്റെ വിവിധ സാമൂഹ്യ സുരക്ഷാ പദ്ധതികളും അംഗമാണ്. പഞ്ചായത്തിന്റെ അതിദരിദ്രരുടെ പട്ടികയിൽ ഉൾപ്പെട്ടതിനാൽ 10 കിലോ ഭക്ഷ്യധാന്യം സൗജന്യമായി മുടങ്ങാതെ ലഭിക്കുന്നു.
സാർ 1.5 ഏക്കർ ഭൂമി ഉൾപ്പെടെ സ്വന്തമായിട്ടുള്ള ജോസഫിന് ആത്മഹത്യയിലേക്ക് നയിക്കും വിധം ഉള്ള സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടായിരുന്നില്ല. ഇദ്ദേഹത്തിന്റെ ആത്മഹത്യാ ഭീഷണി കത്ത് ലഭിച്ചതിനെ തുടർന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് അടക്കം അദ്ദേഹത്തിന്റെ മറുപടി പറയട്ടെ, ബഹുമാനപ്പെട്ട മിനിസ്റ്റർ മറുപടി പറയട്ടെ. കത്ത് ലഭിച്ച ഉടനെ പഞ്ചായത്ത് പ്രസിഡന്റ് ഉൾപ്പെടെയുള്ളവർ വീട്ടിലെത്തി അന്വേഷണം നടത്തുകയും വീട്ടുപറമ്പിലെ തൊഴിലുറപ്പ് തൊഴിൽ സൗകര്യം അടക്കം ഉറപ്പാക്കുകയും ചെയ്തിരുന്നു. സർ, 3 ആത്മഹത്യാ ശ്രമങ്ങൾ അദ്ദേഹം മുൻപ് നടത്തിയിട്ടുണ്ട്. മരിച്ച ഒരാളെ പറ്റി വസ്തുതകൾ കേസ് വന്ന കാര്യം പറയേണ്ടി വരുന്നത് കൊണ്ടാണ് സാർ, നിങ്ങൾ അത് പറയിപ്പിക്കുന്നതാണ് സാർ. സാർ, നേരത്തെ 3 വട്ടം കളക്ടറേറ്റ് ഉൾപ്പെടെയുള്ള ഓഫീസുകളിലെത്തി ജോസഫ് ആത്മഹത്യക്ക് ശ്രമിച്ചിട്ടുണ്ട്. ചക്കട്ടപ്പാറ വില്ലേജ് ഓഫീസിൽ 2016 മണ്ണെണ്ണയുമായി ജോസഫ് ആത്മഹത്യാ ഭീഷണി ഉയർത്തിയിരുന്നു. 2019 ജൂൺ 28-നും ജൂലൈ 29-നുമാണ് കളക്ടറേറ്റിലും വനംവകുപ്പ് ഓഫീസിലും സമാനമായ സംഭവം അരങ്ങേറിയത്. അങ്ങനെ 3 തവണ. സാർ, 1.5 ഏക്കർ ഭൂമിക്ക് പട്ടയം ലഭിക്കാത്ത വിഷയം പറഞ്ഞു. പറമ്പിൽ നിന്ന് തേക്കുമരം മുറിക്കുന്നതിന് അനുമതി നൽകണമെന്ന ആവശ്യവും ഉയർത്തിയായിരുന്നു ആത്മഹത്യാ ഭീഷണികൾ. സർ, 50 സെന്റ് ഭൂമിക്ക് ജോസഫിന് പട്ടയം ലഭിച്ചിരുന്നു. അതിനാൽ രണ്ടാമതൊരു പട്ടയം അനുവദിക്കുവാൻ നിയമ തടസ്സം ഉള്ളതായിട്ടാണ് മനസ്സിലാക്കുന്നത്. സർ, ഇതാണ് വസ്തുത. അപ്പൊ ഇങ്ങനെ എന്തായാലും അങ്ങനെ ഒരു ആത്മഹത്യ ഉണ്ടാകുക എന്നുള്ളത് ആരായാലും എന്ത് കാരണമായാലും അങ്ങനെ ആത്മഹത്യയെ ഒരിക്കലും ഉണ്ടാവാൻ പാടില്ല. ഇത്തരം കാര്യങ്ങളെ നമ്മൾ ചെറുക്കണം. ഈ വസ്തുതകൾ പറഞ്ഞില്ലെങ്കിൽ, ആളുകൾ മനസ്സിലാക്കിയില്ലെങ്കിൽ UDF LDF എന്നുള്ള വ്യത്യാസമില്ലല്ലോ, മനുഷ്യന്റെ ജീവനാണല്ലോ. അതുകൊണ്ട് ഈ കാര്യങ്ങൾ നിങ്ങളും പറയേണ്ടതാണ് എന്നുള്ളത് കൊണ്ടാണ്. സാർ, ഈ ടിയാൻ ആത്മഹത്യ ചെയ്തത് സംബന്ധിച്ചുള്ള അത് പിന്നെ ഈ അവിടെ റിപ്പോർട്ട് കിട്ടി, പോലീസ് ആവശ്യമായ കേസെടുത്തിട്ടുണ്ട്. സാർ, പോലീസിന്റെ റിപ്പോർട്ടിൽ പറയുന്നത് ടിയാൻ ആത്മഹത്യ ചെയ്ത സ്ഥലത്തിന് സമീപത്തു നിന്നും ലഭിച്ച ഗുളിക ഇടുന്ന കവറിന് പുറത്ത് എഴുതിയിരുന്ന കുറിപ്പിന്റെ ആധികാരികത സംബന്ധിച്ച് അന്വേഷണം പ്രത്യേകം നടന്നു വരുന്നുണ്ടെന്നാണ്. അതായത് സാർ, അന്വേഷണം നടന്നു വരുമ്പോൾ അതിനെ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ പിന്നീട് വരട്ടെ സാർ. അത് അതിനകത്ത് എഴുതിയേക്കുന്നത്. സാർ, ക്ഷേമ പെൻഷന്റെ സ്ഥിതി യാഥാർത്ഥ്യങ്ങളും എന്താണ് സാർ? സാർ, ഈ ഇന്ത്യയില് സാർവത്രികമായ ക്ഷേമ പെൻഷൻ നടപ്പിലാക്കിയ ഏക സംസ്ഥാനം കേരളമാണ് സാർ. അത് അഗതികളും അശരണരുമായിട്ടുള്ളവർക്ക് കൈത്താങ്ങുന്ന നിലയിലാണ് ഇത് നടപ്പിലാക്കുന്നത്. സാർ, ഇവിടെ ഭരണഘടനയെ പറ്റി അങ്ങ് പറഞ്ഞല്ലോ, ഇവിടെ അവതാരകൻ പറഞ്ഞല്ലോ. സാർ, ഈ ഭരണഘടന വന്നിട്ട് എത്രയോ കാലമായി സാർ. ഈ ഭരണഘടന വന്നിട്ട് അതിനകത്തെ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഇതുവരെ നിങ്ങളാരും നടപ്പിലാക്കിയതായിട്ട് കണ്ടില്ലല്ലോ. 1980-ലെ നയനാർ ഗവൺമെന്റിന്റെ കാലത്താണല്ലോ കർഷക തൊഴിലാളിക്ക് 45 രൂപ വെച്ച് ഒരു പെൻഷൻ ആരംഭിച്ചത്. അന്ന് സാർ, ആ പെൻഷൻ ആരംഭിച്ചപ്പോ പ്രൊഡക്റ്റീവ് അല്ലാത്തൊരു പെൻഷനാണ്. ഇത് കൊടുക്കരുത് എന്ന് അതിശക്തമായ വാദം ഉന്നയിക്കുകയാണല്ലോ അന്നത്തെ UDFന്റെ നേതാക്കന്മാരെല്ലാം ചെയ്തത്. ഇത് രേഖകളിലുണ്ട് സാർ. ഇത് പ്രൊഡക്റ്റീവ് അല്ല എന്ന് പറഞ്ഞ് ചെയ്യുകയാണല്ലോ സാർ ചെയ്തത്. സാർ, 1980-ല് EK നായനാർ മുഖ്യമന്ത്രിയായ ശേഷം ഈ കർഷക തൊഴിലാളി പെൻഷൻ വന്ന അന്ന് 2.94 ലക്ഷം തൊഴിലാളിക്ക് 45 രൂപ വെച്ച് ലഭിച്ച പ്രതിമാസ പെൻഷൻ അതന്ന് തുടങ്ങി. വലിയ എതിർപ്പ് വന്നു, ഇത് നിർത്തുമെന്ന് പറഞ്ഞു. എന്തായാലും പിന്നീട് ഈ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് വല്ലാതെ അറിയാവുന്ന അന്നത്തെ കോൺഗ്രസ് നേതൃത്വവും UDF നേതൃത്വവും അതിനൊരു പരിഷ്കരണവും നടത്തിയില്ല. പിന്നീട് അത് അല്പം പരിഷ്കരിച്ചത് 1987-ൽ നായനാർ വീണ്ടും അധികാരത്തിൽ വന്നപ്പോഴാണ്.